ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീഫ് കബ്സയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കബ്സ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. മൂന്ന് നാല് പ്രാവശ്യം വെള്ളം മാറി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. ഒരു 30 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉണക്ക നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിൽ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 2 പഴുത്ത തക്കാളിയുടെ പ്യൂരി കൂടെ വേണം. തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ അറബിക് മസാല മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ മന്തിയുടെ റെസിപ്പിയിൽ അറബിക് മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതിലേക്ക് 2 ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 750 ഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ബീഫ് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ ബീഫ് വെന്ത് വന്ന വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് അളന്നാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഈ കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് 4 5 വിസിൽ വരുന്നവരെ ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബീഫ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം കുക്കർ ഓപ്പൺ ചെയ്യാം. ഇനി ഈ വെന്ത് വന്ന ബീഫിനെ നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഈ വേവിച്ചെടുത്ത ബീഫിനെ അടച്ചു വെച്ചിട്ട് വേണം മാറ്റി വയ്ക്കാൻ, അല്ലെങ്കിൽ അത് അവിടെ നിന്ന് ഡ്രൈ ആയി പോകും. ഇനി ഞാനിവിടെ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 കപ്പ് ബീഫ് വേവിച്ചെടുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ തന്നെ മാറ്റി വയ്ക്കണം. അതിന് ശേഷമേ സെർവ് ചെയ്യാവുള്ളൂ. ഇനി ചെറിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് തൊലി കളഞ്ഞെടുത്ത ബദാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10-15 ബദാം കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ്. ഇതൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നവരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ഒന്ന് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ബദാമും ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി റൈസ് സെർവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാവുന്നതാണ്.
അതിന് മുകളിലായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബട്ടറിലൊന്ന് ബീഫ് കുറച്ച് സമയം ഒന്ന് ഫ്രൈ ആക്കിയിട്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും റൈസൻസും ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീഫ് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.